ത്രിയേകദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസത്തിന് ധ്യാനത്തിന് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വേദവചനം സങ്കീർത്തനം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. അത് ഇബ്രാഹാം പറയുന്നു, ദൈവത്തിൻ്റെ തിരുവചനത്തിനെ രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഏതൊരു വ്യക്തിയാണ് രാവും പകലും ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നത്? അത്രമാത്രം പ്രാർത്ഥന ജീവിതമുള്ള ഒരു വ്യക്തി, അത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നത്, ആത്മീക ജീവിതത്തിൽ ആഴത്തിൽ പോകുന്ന ഒരു വ്യക്തി, ഒരു സ്പിരിച്വലി ഒരു ഡീപ്പായിട്ടിരിക്കുന്നവരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിങ്ങളെയും ദൈവം അങ്ങനെ തന്നെ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വേദവചനത്തിൽ നോക്കുമ്പോൾ പരിശുദ്ധവാന്മാരൊക്കെ ജീവിച്ചതുപോലെ നാം ദൈവത്തോടു കൂടി സംസാരിച്ച് ദൈവത്തോടു കൂടി സഞ്ചരിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളും ഞാനും കൂടി പകൽ ദൈവം വേദവചനത്തെ ധ്യാനിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഏതൊരു വ്യക്തിയാണ് നാം ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് പറയുന്നത്? അവർ അതിനതിൻ കാലത്തിൽ അവർക്ക് അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത അവർ ലഭിക്കുമ്പോൾ അവൻ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് പറയുന്നു. അവരുടെ ജീവിതത്തിൽ കിട്ടേണ്ട സമയത്തിൽ, കൃത്യസമയത്തിൽ നല്ല പഠിത്തം, കൃത്യസമയത്തിൽ ജോലി, കൃത്യസമയത്തിൽ കുടുംബജീവിതം, മക്കളുടെ മക്കളെ കാണുക, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കുക, എല്ലാവിധ സാമ്പത്തിക അനുഗ്രഹങ്ങൾ, ജീവിതത്തിൽ സമാധാനമുള്ളവരെ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് ലോകം വിളിക്കും. അതേപോലെ നാം വേദവചനത്തെ ധ്യാനിക്കുമ്പോൾ പകൽ ഇതിനെ സ്നേഹിച്ചു അതിന്മേലൊരു സ്നേഹം കൊണ്ട് നാം ധ്യാനിക്കുമ്പോൾ ഭാഗ്യവാൻ ഭാഗ്യവതി നാം ആകും. പ്രിയമുള്ളവരെ, ഇന്നുമായിട്ട് യോശുവ 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ, ന്യായപ്രമാണം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം, അതിൽ എഴുതിയിരിക്കുന്നതൊക്കെ പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം, അതിൽ രാവും പകലും ധ്യാനിക്കണം, അപ്പോൾ നിന്റെ അതിശക്തി പ്രാപിക്കും, വിജയം വരികയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ വചനം വായിക്കുക, ധ്യാനിക്കുക, നാം ഭാഗ്യവാൻ ഭാഗ്യവതിയായി മാറും. നമ്മുടെ ജീവിതത്തിൽ അതിശക്തി പ്രാപിക്കുകയും വളരെയേറിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വേദവചനം വായിക്കുന്നത് എന്ന് വേറെ, ധ്യാനിക്കുന്നത് എന്ന് വേറെ. വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വായിച്ച് കടന്നു പോകുന്നത്. പക്ഷെ ധ്യാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ വചനത്തിൽ അതിൽ പറയപ്പെട്ടിരിക്കുന്ന രഹസ്യങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്നുള്ളതാകുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഓരോ വചനത്തിലും അനേക സ്പിരിച്വൽ മീനിങ്സ് ഉണ്ട്, അനേക രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. നാം ആത്മീയത്തിൽ കുറച്ച് കൂടുതലായിട്ട് കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് അത് പഠിപ്പിച്ചു തരും. അന്ന് ദാനിയേലിന് രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് അത്ര ദാനിയേൽ ദൈവത്തിൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തി തരുന്ന ദൈവമേ എന്നത് അദ്ദേഹത്തിന് പറയുന്നുണ്ടായിരുന്നു. നാം ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നവരായി മാറണം. നാം കൂടുതലായിട്ട് ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുക എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി ഉണ്ടാകും. സങ്കീർത്തനം 119-ാം അധ്യായം 9-ാം വാക്യം വായിച്ചു നോക്കുമ്പോൾ അവിടെ പറയിരിക്കുന്നു, ഒരു യൗവനൻ എങ്ങനെ തൻ്റെ വിശുദ്ധിയെ കാത്തുകൊള്ളും? ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുന്നാൽ അല്ലേ? നാം ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുക നമ്മിൽ ഒരു വിശുദ്ധി ഉണ്ടാകും. ഞാൻ അനേക കാലങ്ങൾക്ക് മുൻപതായിട്ട് ഒരു കാത്തലിക് അച്ഛൻ്റെ ഒരു ക്ലിപ്പിംഗ്സ് ഞാൻ കണ്ടു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ദിവസം നിങ്ങൾ അരമണി നേരം ബൈബിൾ വായിക്കണം. അങ്ങനെ വായിക്കുന്ന ശീലം ഉണ്ടായാൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മാറിപ്പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കും ആ ക്ലിപ്പിംഗ് കണ്ടിട്ട് ഒത്തിരി ഇൻസ്പയറായിട്ട് ഞാനും ദിവസം അരമണി നേരം ഇങ്ങനെ ബൈബിൾ വായിക്കുമായിരുന്നു. നാം വായിക്കുക. അപ്പം എനിക്ക് നല്ലൊരു ശുദ്ധീകരണം, ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ അതിപ്രയോജനമായിരുന്നു. നാം വചനത്തെ വായിക്കുക നമ്മിൽ ഒരു വിശുദ്ധി കടന്നു വരുന്ന. പ്രിയമുള്ളവരെ, നാം സങ്കീർത്തനം 119-ാം അധ്യായം 11-ാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഭക്തൻ പറയുന്നു, അങ്ങേക്കെതിരാக പാവം ചെയ്യാതിരിക്കാൻ ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ഭക്തൻ പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തെ നാം ധ്യാനിക്കുന്നവരായി മാറണം. പ്രിയമുള്ളവരെ,
നിങ്ങൾ ഒരു പക്ഷേ കേട്ടിരിക്കും, ഒരു കാലത്തിൽ അനേക വർഷങ്ങൾ മുൻപതായിട്ട് ജോർജ് മുല്ലർ എന്ന് വലിയ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വിശ്വാസ വീരനായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഒരു അനാഥാശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒരു മനുഷ്യൻ്റെ അടുത്തും പൈസ ചോദിച്ചിട്ടില്ല. എല്ലാ ആവശ്യങ്ങൾക്കും അദ്ദേഹം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഒരു സമയത്തിൽ അന്ന് അനേക കുട്ടികളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഭക്ഷണമില്ല. അവിടുത്തെ സ്റ്റാഫ്സ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങൾ പിള്ളേരെയൊക്കെ നിങ്ങൾ അവരുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് അദ്ദേഹം റൂമിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ ഇത് സംഭവിച്ചും പറഞ്ഞാൽ അവരുടെ ഹോസ്റ്റൽ മുമ്പതായിട്ട് ഒരു വാൻ വന്ന് നിന്നു. അവിടെ നിന്ന് ഇറങ്ങിയവർ പറയുന്നു, ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പം അവിടെ ആ ഫംഗ്ഷൻ്റെ ഫുഡൊക്കെ ഒത്തിരി എക്സീഡായി, അടുത്തൊരു അനാഥാശ്രമം ഇരിക്കുന്നു ഞങ്ങൾ അറിഞ്ഞു, ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന്. ഇങ്ങനെ അനേക അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണപ്പെട്ടു. അദ്ദേഹത്തിന് അനുഗ്രഹത്തിനെല്ലാം ഒരു പ്രധാന കാരണം എന്തെന്നറിയാമോ? അദ്ദേഹം ബൈബിൾ വായിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു, വേദവചനത്തെ ധ്യാനിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. 200 അധികമായിട്ട് പ്രാവശ്യം അദ്ദേഹം വേദവചനം വായിച്ചു എന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചു. അതും ഒരു ഗുഡ് നമ്പർ ഓഫ് ടൈംസ് അദ്ദേഹം മുട്ടുമേൽ നിന്ന് വേദവചനം വായിച്ചു എന്നും കൂടി ഞാൻ വായിച്ചു അറിഞ്ഞു. പ്രിയമുള്ളവരെ, അത് എത്രമാത്രം ഒരു ശ്രേഷ്ഠമായ ഒരു കാര്യം. നാമും കൂടി അങ്ങനെ വേദവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും നാം ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കടന്നു വരും. നാം ദൈവത്തിൽ ഏത് ചോദിച്ചാലും അത് കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതത്തെ കാണും. നിങ്ങൾക്ക് എതിരായി ആര് വന്നാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഒന്നും സംഭവിക്കുകയില്ല. ദൈവം നിങ്ങൾക്കെന്ന് വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യനും തട്ടിക്കഴിയത്തില്ല. എന്തൊക്കെ ലോകത്തിൽ പ്രതിസന്ധി വന്നാലും നിങ്ങൾ വേദവചനത്തെ ധ്യാനിക്കുന്നവരായി മാറിയാൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കും. പ്രിയമുള്ളവരെ, അതേപോലെ എനിക്കൊരു ഫാമിലി ഫ്രണ്ട്, ഒരു അങ്കിളുണ്ട്. എൻ്റെ അമ്മയുടെ കൂടെ ജോലി ചെയ്ത ഒരു ആൻറ്റിയുടെ ഭർത്താവ്. അദ്ദേഹത്തിനെ കുറിച്ച് അവരുടെ ഭാര്യ തന്നെ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഏർലി മോർണിംഗ് എണ്ണീറ്റതും ഈ വ്യക്തി വേദവചനം വായിക്കും, മുട്ടുമേൽ നിന്ന് വായിക്കും. അനേക പ്രാവശ്യം അദ്ദേഹം വായിച്ചു കഴിഞ്ഞു. സംഭവിച്ചതോ, വർഷങ്ങൾ കടന്നുപോയി. അവർക്ക് ഒരേ ഒരു മകളുണ്ട്, ഏക മകൾ. അനുഗ്രഹമായിരിക്കുന്നു, വളരെ റിച്ചായിട്ട്, വളരെ അനുഗ്രഹമുള്ള ഒരു കുടുംബ ജീവിതത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അവർ ഇപ്പോഴും എൻ്റെ നല്ലൊരു ഫ്രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. പ്രിയമുള്ളവരെ, നാം വേദവചനത്തെ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരും. അതേ സമയത്തിൽ ഞാൻ ഒരു ആൻറ്റിയുമായിട്ട് സംസാരിച്ചിട്ടിരുന്നു. അവർക്ക് ഏതാണ്ട് 70 വയസ്സുണ്ട്. അവർ എന്നോട് പറഞ്ഞു, ഞാൻ ഇതുവരെ ഒരു പ്രാവശ്യം കൂടി ബൈബിൾ ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല എന്നുമ്പോൾ വളരെ ദുഃഖമായിരുന്നു. ചില ഇടങ്ങളിലൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ചെല്ലുമ്പോൾ, ചില ഭവനങ്ങൾ ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ, ചില ഭവനത്തിലൊക്കെ അവർക്ക് ബൈബിളിനെ കുറിച്ച് ബേസിക്കായിട്ട് പോലും അറിയാതിരിക്കുന്നത് കണ്ട് ഞാൻ വേദനപ്പെട്ടിട്ടുണ്ട്. ചില വീട്ടിൽ ബൈബിൾ എടുക്കുമ്പോൾ അത് തുറന്നു നോക്കുമ്പോൾ അറിയാം, കാലങ്ങളോടും കൂടി അവർ ആ ബൈബിളിനെ തൊട്ടിട്ടില്ല എന്നൊരു കാര്യം. അത് എത്ര ദുഃഖകരമായ ഒരു കാര്യം. നാം വേദവചനം വായിക്കണം. എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ബൈബിളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ ഏതോ ഒരു പുതിയ പുസ്തകത്തെ വായിക്കുന്ന പോലെ പുതിയ അറിവ്, പുതിയ ചിന്തകൾ നമുക്ക് ലഭിക്കും. സാധാരണ മനുഷ്യരെഴുതിയ ബുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം നെക്സ്റ്റ് എന്തായിരിക്കും സ്റ്റോറി. പക്ഷേ ബൈബിളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അതാണ്. നാം അതിനെ തേനിനെ പോലെ നാം ഭക്ഷിക്കണം എന്ന് നാം ഓർക്കണം. പ്രിയമുള്ളവരെ, അത്രമാത്രമായിരിക്കും. ഒരു സഹോദരി, അവരുടെ ഒരു റീൽസ് ഞാൻ കണ്ടപ്പോൾ ആ മകൾ പറയുകയായിരുന്നു, ശത്രുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം നാം വേദവചനം വായിക്കുന്നത്. ആ മകൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചാലും അവനൊന്നും ചെയ്യത്തില്ല, പക്ഷെ നിങ്ങൾ കൂടുതലായിട്ട് വേദന വായിച്ചാൽ ദൈവത്തോടെ കൂടെ പോകും, ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുമെന്ന് പറയുന്നാൽ അവനാൽ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം എങ്ങനെയെങ്കിലും അതിനെ നിർത്തുവാൻ വേണ്ടി അവൻ ആഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ദൈവം പല രീതിയിൽ മനുഷ്യനോട് കൂടി സംസാരിക്കും. ചിലരടുത്ത് സ്വപ്നങ്ങൾ മൂലം, ദർശനങ്ങൾ മൂലം സംസാരിക്കും. ചിലപ്പോൾ നാം ഒരു പ്രസംഗം കേൾക്കുന്നു, ഒരു ധ്യാനത്തെ കൂടുന്നു, ആ വചനം സന്ദേശം കൊടുക്കുന്ന ദൈവദാസന്റെ വാക്കുകൾ മുഖാന്തമായിട്ട് സംസാരിക്കുന്നു, പ്രവാചകന്മാരായിട്ട് സംസാരിക്കുന്നു. അതേപോലെ ദൈവം സംസാരിക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ വചനത്തിൻ മൂലമായിട്ട്.
നാം എത്ര അധികമായിട്ട് വേദവചനം വായിക്കുന്നു, ധ്യാനിക്കുന്നു, ദൈവം അതിലൂടെ കൂടി ഇടപെടും. ചില സിറ്റുവേഷൻസിൽ ദൈവം ചില വചനങ്ങൾ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് ദൈവം അത് സംസാരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് ഒരു കറക്റ്റ് ഗൈഡൻസ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വെച്ച് ദൈവം നമുക്ക് തരും. നാം വേദവചനം ധ്യാനിക്കുന്നു, വായിക്കുന്നവരായി മാറണം. നാം ദൈവത്തോട് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ നാം വേദവചനം ധ്യാനിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നല്ലൊരു തീരുമാനമെടുത്ത് ഇന്ന് മുതൽ ഐ വിൽ സ്പെൻഡ് സം ടൈം ഇൻ റീഡിങ് ബൈബിൾ, ഐ വിൽ സ്പെൻഡ് സം ടൈം ഇൻ മെഡിറ്റേറ്റിംഗ് വേർഡ് ഓഫ് ഗോഡ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാനായി മാറും, ഭാഗ്യവതിയായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ കാണും, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച കാണും. അങ്ങനെ വായിക്ക് നിങ്ങളിൽ ഒരു വിശുദ്ധി വരും. ദൈവത്തോട് കൂടി നിങ്ങൾ അടുക്കും. ദൈവം നിങ്ങൾക്ക് പോകേണ്ട വഴികളെ കാണിച്ചു തരും. റൈറ്റ് ഡിസിഷൻസ് എടുക്കുവാനും റൈറ്റ് ചോയ്സ് മേക്ക് ചെയ്യുവാനും ദൈവം നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ ഒരു തെറ്റായ വഴി പോയിക്കൊണ്ടിരിക്കാൻ ദൈവം അവിടെ അലേർട്ട് ചെയ്യും, വാൺ ചെയ്യും, ദൈവത്തിൻ്റെ വചനത്തെ വെച്ചുകൊണ്ട്. അതുകൊണ്ട് നാം കൂടുതലായിട്ട് ഒരു തീരുമാനമെടുക്കാം. ദൈവത്തിൻ്റെ വചനത്തെ വായിക്കും, വചനത്തെ ധ്യാനിക്കും എന്ന തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തെ കാണും. ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് രുചിക്കാൻ സാധിക്കും. ദൈവം നിങ്ങളെ വഴി നടത്തുന്നത് ചെയ്യാൻ സാധിക്കും. ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കും. നിങ്ങളുടെ ഈ ശ്രേഷ്ഠമായ കാര്യം ഒരു വിശുദ്ധിയുള്ള ജീവിതം കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്നത് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വരും. ഇന്ന് അനേകർ പല കാര്യങ്ങളെക്കുറിച്ച് ഭയന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുക, ധ്യാനിക്കുക. നിങ്ങളെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഈ വചന സന്ദേശത്തെ ഇതോടുകൂടി നിർത്തുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി മറ്റൊരു സന്ദേശം കൂടി വരുന്നവരെ പ്രാർത്ഥനയോട് കൂടെ നിർത്തുന്നു. നിങ്ങൾ ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.